ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പാലക്കാടിന്റെ വാർത്താവിശേഷവും സാംസ്കാരിക വൈഭവവും ഉൾക്കൊണ്ട് ജില്ലയിൽ ആകാശവാണിയുടെ FM സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ. രാജ്യത്ത് പുതിയതായി 91 FM സ്റ്റേഷൻ അനുവദിച്ചപ്പോഴും 12 വർഷം മുമ്പ് അംഗീകാരം ലഭിച്ച പാലക്കാട് FM സ്റ്റേഷന് അനുമതി നൽകിയില്ലെന്നും KRLA പ്രസിഡന്റ് മുരളീധരൻ V. ചേരാമംഗലം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആകാശവാണിയുടെ റേഡിയോ സ്റ്റേഷൻ ഇല്ലാത്ത 2 ജില്ലകളുണ്ട്. ഒന്ന് പാലക്കാടും ഒന്ന് കോട്ടയവുമാണ്. പക്ഷെ കോട്ടയത്തോട് ചേർന്നുള്ള ജില്ലകൾ, അതായത് എറണാകുളത്ത്, കൊച്ചി, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ശക്തിയേറിയ പ്രക്ഷേപണങ്ങളിൽ നിന്നുള്ള പ്രക്ഷേപണം കിട്ടുന്നതുകൊണ്ട് അവർക്കിതൊരു വിഷയമല്ല. എന്നാൽ പാലക്കാട് നമുക്കിതൊരു വിഷയമാണ്. നമുക്ക് ശരിക്കും പരിപാടികൾ കിട്ടുന്നില്ല. പാലക്കാടിൻ്റെ അതിർത്തികളിൽ മഞ്ചേരി FM-ൽ നിന്നുള്ള കുറച്ച് പരിപാടികളും, തൃശ്ശൂർ ആകാശവാണിയുടെ കുറച്ച് പരിപാടികളും, അതുപോലെ കൊച്ചിയിൽ നിന്നുള്ള കുറച്ച് പരിപാടികളും കിട്ടുന്നുണ്ട്. പക്ഷേ സമഗ്രമായിട്ട് പരിപാടികൾ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ പാലക്കാട് ജില്ലയിൽ ഒരു ആകാശവാണി സ്റ്റേഷൻ വേണമെന്ന് വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 25 വർഷമായി ഒരു സിൽവർ ജൂബിലിയിലേക്ക് കടക്കുകയാണ് നമ്മുടെ ആവശ്യം. പാലക്കാട് ജില്ലക്കാർ അത്ര മോശക്കാരാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. നമുക്ക് പാലക്കാട്, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ വിഭാഗീയതയെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരല്ല. പറഞ്ഞല്ലോ, എല്ലാ ജില്ലകളിലുള്ള സംഘടനയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്ന എല്ലാ സംഘടനകളും. പക്ഷേ എന്തുകൊണ്ടോ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ആ സമയത്ത് ഉണ്ടാകാതെ പോയതുകൊണ്ടാണ് നമുക്ക് റേഡിയോ സ്റ്റേഷൻ കിട്ടാതെ പോയത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മീഡിയം വേവ് സ്റ്റേഷനുകളാണ് ആകാശവാണിയുടെ അടിസ്ഥാന സ്റ്റേഷനുകൾ. പക്ഷേ കഴിഞ്ഞ 10-15 വർഷങ്ങൾ കൊണ്ട് ധാരാളം LED ലൈറ്റുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും വന്നതുകൊണ്ട് അതിൻ്റെ സിഗ്നൽ ഇതിനെ ഇൻ്റർഫിയർ ചെയ്യുന്നതുകൊണ്ട് മീഡിയം വേവിലുള്ള പ്രക്ഷേപണം ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റാറില്ല. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.